എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിൽ ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ സ്ക്യൂബ ഡൈവിംഗിനാണ് പോകുന്നത്. സ്ക്യൂബ ഡൈവിംഗ്, അതുപോലെ ഗ്ലാസ് ബോട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അമ്മാത്തി സ്ക്യൂബ എന്ന് പറയുന്ന ഈ ഒരു ടീമിൻ്റെ കൂടെയാണ് നമ്മളിന്ന് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ പോകുന്നത്. ലക്ഷദ്വീപിൽ വരുമ്പോൾ ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ് സ്ക്യൂബ ഡൈവിംഗ്. അത് ഒരു ബെസ്റ്റ് ടീമിൻ്റെ കൂടെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അമ്മാത്തി സ്ക്യൂബയിൽ എത്തുന്നത്. ഇവരുടെ ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാട്ടോ. BCDയും അതേപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി അകത്തേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. സ്ക്യൂബ ഡൈവിംഗ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സമ്മതപത്രം സൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇവർ സ്ക്യൂബയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ക്ലാസ് തരുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഒരു സെഷനിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ ഇൻഫ്രാറ്റോസ് എന്ന് പറയും. ഇത് നമ്മുടെ BCD എയർ നിറയ്ക്കാനും താഴേക്ക് പോകുമ്പോൾ ഡീപ് ലൈറ്റ് അതിനൊക്കെ ആയിട്ട്. നമ്മുടെ BCD എന്ന് പറയുന്നത് പോയിന്റ് കൺട്രോൾ ഡിവൈസ് ആണ്. നമ്മുടെ വെള്ളത്തിൻ്റെ അടിയിൽ മീൻ പോണ പോലെ പോകാനും പൊങ്ങി കിടക്കാനും എല്ലാം സഹായിക്കണ ഒരു സാധനമാണ് ഈ BCD എന്ന് പറയുന്നത്. അരമണിക്കൂറോളം ആ ഒരു സെഷൻ ഉണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് അവർ പറഞ്ഞു തന്നത് അണ്ടർ വാട്ടറിൽ ഫീൽ ചെയ്യാവുന്ന പ്രഷർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതും, അതേപോലെ തന്നെ അണ്ടർ വാട്ടറിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻസ്, ഹാൻഡ് സിഗ്നൽസ് ഒക്കെയാണ് മെയിനായിട്ട് അവർ ഈ സെഷനിലുടനീളം പറഞ്ഞു തന്നത്. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളും കൂടെ കയറി സ്ക്യൂബ പോയിന്റിലേക്ക് പോവുകയാണ്. 2 തരത്തിലുള്ള സ്ക്യൂബ ലക്ഷദ്വീപ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തത് ലഗൂൺ ഡൈവ് ആണ്. അത് 3 മീറ്ററൊക്കെ ഡെപ്തിൽ സ്ക്യൂബ ചെയ്ത് പോയി കാണുന്ന ഒരു പ്രോസസ്സാണ്. രണ്ടാമത്തത് ഡീപ് സീ ഡൈവിംഗ് ആണ്. അതിന് ഏകദേശം 12ഓളം മീറ്റർ ഡെപ്തിലേക്ക് നമ്മളെ സ്ക്യൂബയ്ക്കായിട്ട് കൊണ്ടുപോകും. നമ്മളിതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ലഗൂൺ ഡൈവ് ആണ്. ലഗൂൺ ഡൈവിൽ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ കോറൽസ് ഒക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 2500 രൂപയാണ്. ഇത് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഉൾപ്പെടെയുള്ള കോസ്റ്റാണ്. ഇനി ഡീപ് സീ ഡൈവിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ 3500 രൂപ കോസ്റ്റ് വരും. നമ്മളത് ഏകദേശം നമ്മുടെ സ്ക്യൂബ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ഡാർക്ക് സ്പോട്ട് ഉള്ളതാണ് കോറൽ ഏരിയ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് സ്ക്യൂബ ഡൈവിംഗ് ചെയ്യാൻ പോകുന്നത്. 10 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആർക്ക് വേണമെങ്കിലും, പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്ക്യൂബ ചെയ്യാൻ പറ്റും. ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേർക്കുള്ള സംശയമാണ് നീന്തൽ അറിഞ്ഞില്ലെങ്കിൽ സ്ക്യൂബ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, സ്ക്യൂബ ചെയ്യാൻ നീന്തൽ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ക്യൂബ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ഒരു ഗൈഡ് ഉണ്ടാവും. അവരാണ് നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോയി കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നത്. നീന്തൽ അറിയുന്നവരോട് പോലും അവർ നീന്തരുതെന്നാണ് പറയുക. കാരണം വെള്ളം കലങ്ങാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നീന്തൽ അറിയില്ല എന്നുള്ള കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾ ലക്ഷദ്വീപ് വരുമ്പോൾ സ്ക്യൂബ ഡൈവിംഗ് മിസ് ചെയ്യരുത്. അപ്പം നമ്മളിത് കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോവാണ്. എൻ്റെ ടേണായി. അപ്പോൾ ഈ കാണുന്ന ഗിയറൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളിനി നേരെ അടിയിലേക്ക് പോവുകയാണ്.
നമ്മൾ ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല അത്ഭുതങ്ങളും കടലിൻ്റെ അടിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ തരം മീനുകളാണ്. ഭയങ്കര കളർഫുൾ ആയിരുന്നു. ശരിക്കും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് 20 മുതൽ 25 മിനിറ്റ് വരെ നമ്മൾ കടലിൻ്റെ അടിയിൽ സ്പെൻഡ് ചെയ്തു. പക്ഷേ ആ സമയം നമുക്ക് തീരെ പോരാതെ തോന്നി. അത്രയും ഭംഗിയായിരുന്നു കാഴ്ചകളൊക്കെ. സ്ക്യൂബ ഡൈവിങ് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു നേരം ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോകും. ഇന്ന് തിരമാലകളൊക്കെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് കയാക്കിംഗ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ച് സമയം നമുക്ക് കടലിലൂടെ സഞ്ചരിച്ചിട്ട് വരാം. ഒരു 10-15 മിനിറ്റോളം കയാക്കിംഗ് ചെയ്ത് നമ്മൾ ഇനി നേരെ അടുത്ത ദ്വീപിലേക്കാണ് പോകാൻ പോകുന്നത്. അതോടുകൂടി നമ്മുടെ ലക്ഷദ്വീപ് യാത്ര അവസാനിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ദ്വീപാണ് കൽപ്പത്തി ദ്വീപ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് കൽപ്പത്തി ഐലൻഡിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ആ ഒരു യാത്രയ്ക്കുണ്ട്. നമ്മുടെ ഗ്ലാസ് ബോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിനി നേരെ കയറി കൽപ്പറ്റി ഐലൻഡിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ആമയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് മീനുകളൊക്കെ കാണാൻ പറ്റും. അവരൊക്കെ ഫീഡ് ചെയ്യാനും പറ്റും. ഇതാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ. നമ്മുടെ ബോട്ടിൻ്റെ സെൻട്രലായിട്ട് എല്ലാവർക്കും കാണുന്ന പോലെ വലിയൊരു ഗ്ലാസ് പാനലാണ് ഇവിടെ ഉള്ളത്. പോകുന്ന വഴിക്ക് കടലിനടിയിലെ പലതരം മീനുകളെയും ആമയെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല കോറൽസൊക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോറൽസൊക്കെ നമുക്ക് ഇതിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത്ര വലിപ്പമുള്ള ആവനങ്ങൾ കേട്ടാ പറഞ്ഞ മാതിരി പണിയെടുക്കാൻ വരെയോട് വീഡിയോ എടുത്തു. തല പൊക്കും അവൻ വന്നിട്ട് തല പൊക്കും 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 ഉപ്പ് പൊക്കും തല പൊക്കും. ഇത് നിമോ ഫിഷ് ഹോമാണ്. നിമോ ഫിഷ് അതാണ്ടോ ബ്രൗൺ കളറിൽ ഹെഡിൽ വൈറ്റ് ലൈൻ കാണുന്നത് തലയില് അതിന്റെ ഉള്ളിൽ പോയി വൈറ്റ് കളറല്ലേ വൈറ്റ് ലൈനുള്ള നിമോ ഫിഷ് പുറത്തു വരാൻ പാടാണോ? ഇല്ലല്ല, അത് പുറത്തു വരുന്നുണ്ടല്ലോ. ഇതേപോലെ വരില്ല, സ്മോള് വരില്ല. ഇതിന്റെ സ്ട്രക്ചറാണ് മറ്റേ ബ്രെയിനിന്റെ സ്ട്രക്ചർ. എനിക്ക് അടി പോയപ്പോ തോന്നിയായിരുന്നു ബ്രെയിനിന്റെ സ്ട്രക്ചർ പോലെ ഫുള്ള്. ഇതിന്റെ മുകളില് ഈ കറുപ്പ് ഇതൊക്കെ കാണാം. കോറലിന്റെ മുകളില് അതൊക്കെ ആൽഗയാണ് ഫിഷ് കഴിക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അഗത്തി ദ്വീപിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്ത് നമ്മളിപ്പോൾ അതേ കൽപ്പറ്റി ദ്വീപിൽ എത്തിയിട്ടുണ്ട്. കൽപ്പറ്റി ദ്വീപ് ആൾതാമസമില്ലാത്തൊരു ദ്വീപാട്ടോ. ടൂറിസ്റ്റ് മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ഏകദേശം 1 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് കൽപ്പറ്റി ദ്വീപ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നടന്ന് കാണാൻ പറ്റും. വെറും 2 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഒരു ദ്വീപിന്റെ ടോട്ടൽ ഏരിയ വരുന്നത്. നമുക്ക് എന്തായാലും ദ്വീപൊക്കെ ഒന്ന് നടന്ന് കാണാം. മറ്റു ദ്വീപുകളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് കൽപ്പറ്റി ഐലൻഡ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൽപ്പറ്റി ഐലൻഡാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന അവസാനത്തെ ഐലൻഡ്. ലക്ഷദ്വീപ് വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ ഐലൻഡും ഒരു വരവിൽ തന്നെ കണ്ടു തീർത്തിട്ട് പോകണമെന്നാണ്. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ ടൂറിസ്റ്റ് ഐലൻഡ് ആയിട്ടുള്ളത് കവരത്തി, അഗത്തി, കൽപ്പേനി, കൽപ്പറ്റി ഈ ദ്വീപുകളൊക്കെയാണ്. കൂടുതലായിട്ടും ഈ ദ്വീപുകളിലേക്കൊക്കെയാണ് നമുക്ക് പെർമിറ്റ് കിട്ടാറുള്ളത്. പെർമിറ്റ് ഇല്ലാത്ത ദ്വീപുകളിലേക്ക് നമുക്ക് പോകാനും പറ്റില്ല. എല്ലാ ദ്വീപിലേക്കും പെർമിറ്റ് എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയൊക്കെ പോകാൻ ട്രാൻസ്പോർട്ടേഷൻ ടൈം വളരെ കൂടുതലായിരിക്കും. പല ദ്വീപുകളും ഒരുപാട് ദൂരത്തിലൊക്കെയാണ് ഉള്ളത്. നമുക്ക് വെസലോ അല്ലെങ്കിൽ ബോട്ടോ വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. മിനിക്കോയ് പോലുള്ള ദ്വീപുകളൊക്കെ അഗത്തി ദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന അത്രയും ദൂരം തന്നെയുണ്ട്. ലക്ഷദ്വീപിൽ ഇതുപോലുള്ള വഴികളിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നായോ പാമ്പോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇൻഫോർമേഷൻ ആയിട്ട് പറയാനുള്ളത്, ഇവിടെ BSNL-ഉം എയർടെലും മാത്രമാണ് നെറ്റ്വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ജിയോ നെറ്റ്വർക്കും കൂടെ വർക്കാവുന്നുണ്ട്. കൽപ്പത്തി ദ്വീപിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് അതിഥികളെയൊക്കെ കാണാൻ പറ്റും. ജീവനുള്ള ഷെൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയേറെ ഷെൽസ് ജീവനോടെ പോകുന്നത് കാണുന്നത്. അതുമാത്രമല്ല നമുക്കിവിടെ വന്ന പലതരത്തിലുള്ള കോറൽസും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് ഒരു ലക്ഷദ്വീപ് യാത്രയ്ക്ക് ചിലവായത് ഏകദേശം 27,000 രൂപയാണ്. അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കോസ്റ്റാണ്. ഇനി നിങ്ങൾ ഷിപ്പിലാണ് വരുന്നതെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഒന്ന് ലക്ഷദ്വീപ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. ലക്ഷദ്വീപ് യാത്രയെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.